അർജുൻ ആയങ്കി നിരവധി ക്രിമിനൽ കേസുകളിൽ പെട്ടയാളാണെന്നും ജാമ്യം ലഭിച്ചാൽ നിയമവ്യവസ്ഥയെ നിസാരവൽക്കരിച്ച് കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ. തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമം നടത്തും. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റിട്ട മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതിനാൽ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടത് സുഹൃത്തായ പ്രണവാണെന്ന് ആയങ്കി മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യം പോലീസ് പരിശോധിക്കും. മുഹമ്മദ് സൈഫുള്ള ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൈഫുള്ള, റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ കടുത്ത വിമർശനങ്ങൾ ഉയരുകയാണ് ആയങ്കിക്കെതിരെ. പ്രത്യേകിച്ച് നമുക്കറിയാം നിയമവ്യവസ്ഥയെ ഒന്നും ഒരു വിലയുമില്ലാത്ത വ്യക്തിയാണ് ആയങ്കി എന്നുള്ളത് നമുക്ക് നേരത്തെ മുതൽക്ക് മനസ്സിലായതാണ്. ആഭ്യന്തര വകുപ്പിനെ അടക്കം ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് വരെ ആയങ്കി മാറിയിട്ടുണ്ടായിരുന്നു. അതടക്കം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെ ഭദ്ര, നിരവധി കേസുകളിലെ പ്രതിയാണ്. ആ കേസുകളുടെ എണ്ണം കൃത്യമായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 23ഓളം കേസുകളിലെ പ്രതിയാണ് 20ഓളം കേസുകളിലെ പ്രതിയാണ് അർജുൻ ആയങ്കി. ഈ സ്ഥിരം കുറ്റവാളിയാണ്. മാത്രമല്ല, ഈ കേസിൽ ഇനി ജാമ്യത്തിലിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രതി കേസ് അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഇനി വീണ്ടും ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമായിരിക്കും. തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അർജുൻ ആയങ്കിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഇയാൾക്കെതിരെ ഉണ്ടായിരുന്ന കുറ്റപത്രം സമർപ്പിച്ചതും വിചാരണ തുടങ്ങിയതുമായ കേസുകളുടെ ലിസ്റ്റാണ് അതിൽ പ്രതി ആ കേസുകളിൽ ചേർത്തിരിക്കുന്ന വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്നാണ് പോലീസിന്റെ ആവശ്യമുണ്ടായിരുന്നത്. തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. മാത്രമല്ല, ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റിട്ട മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വേണം. ഈ കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയാനുണ്ട് എന്നതാണ്. ഈ മൊബൈൽ ഫോണിൽ ഒളിവിൽ കഴിയുന്ന സമയത്ത് പോസ്റ്റ് ഇട്ടത് പ്രണവ് എന്ന് പറയുന്ന സുഹൃത്താണെന്നാണ് അർജുൻ ആയങ്കി പോലീസിന് കൊടുത്ത മൊഴി. പ്രണവ് തന്റെ കൂടെ കണ്ണൂരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് തളിപ്പറമ്പിലെത്തിയപ്പോഴാണ് പ്രണവ് മറ്റു ഭാഗത്തേക്ക് പോയത്. അദ്ദേഹമാണ് ഈ പോസ്റ്റുകളൊക്കെ കമന്റുകളുമൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി ഇട്ടത് എന്നാണ് അർജുൻ ആയങ്കി പറഞ്ഞത്. പക്ഷെ ഇന്ന് അർജുൻ ആയങ്കി പിടിയിലായപ്പോൾ ഒരു ഫോൺ ലഭിച്ചിട്ടുണ്ട്. ഈ ഫോണിൽ നിന്ന് തന്നെയാണോ പോസ്റ്റുകൾ ഇട്ടത് അതോ മറ്റ് ഫോണിലാണോ എന്നുള്ളത് പോലീസ് പരിശോധിക്കും. അർജുൻ ആയങ്കി പറഞ്ഞതുപോലെ അക്കൗണ്ട് പ്രണവ് എന്ന് പറയുന്നത്